നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് ഒരുക്കം പുരോഗമിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് 2178 കൺട്രോൾ യൂണിറ്റാണ് ജില്ലയിൽ അനുവദിച്ചിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി സി അജയ് പ്രസാദിന് അഞ്ചലിൽ സ്വീകരണം. മയിലോട്ട് കോണത്തു നിന്നുമാണ് സ്വീകരണം ആരംഭിച്ചത്. മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇനി കുടുങ്ങും. CCTV നിരീക്ഷണവുമായി പുനലൂർ നഗരസഭ. വിവിധയിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് CCTV സ്ഥാപിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടന്നു. റിട്ടേണിംഗ് ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് നടത്തിയത്. 2178 കൺട്രോൾ യൂണിറ്റാണ് ആലപ്പുഴ ജില്ലയിൽ അനുവദിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും കമ്മീഷനിംഗ് ആണ് നടന്നത്. അതാത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ മേൽനോട്ടത്തിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലുമാണ് കമ്മീഷനിംഗ് നടന്നത്. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലുമായി നേരത്തെ അനുവദിച്ച 2178 കൺട്രോൾ യൂണിറ്റുകൾ, 2178 ബാലറ്റ് യൂണിറ്റുകൾ, 2310 വിവിപാറ്റ് മെഷീനുകൾ എന്നിവ കൂടാതെ കളക്ട്രേറ്റിൽ ഏപ്രിൽ 3 നടത്തിയ റാൻഡമൈസേഷനിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി 171 ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും 228 വിവിപാറ്റ് യന്ത്രങ്ങളും അധികമായി അനുവദിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലേക്കും ആവശ്യമായതിന്റെ 24% ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും 34% വിവിപാറ്റ് മെഷീനുകളും അധികമായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. റാൻഡമൈസേഷന് ശേഷം 9 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അനുവദിച്ച വോട്ട് യന്ത്രങ്ങളുടെ നമ്പർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മെയിൽ ചെയ്ത് നൽകുകയും ചെയ്തതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പുനലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി സി അജയ് പ്രസാദിന് അഞ്ചലിൽ സ്വീകരണം നൽകി. മയിലോട്ട് കോണം ജംഗ്ഷനിൽ നിന്നുമാണ് സ്വീകരണ പരിപാടി ആരംഭിച്ചത്. അമ്മമാരുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി നാടിന്റെ പ്രിയപ്പെട്ട സഖാവ് ഇതാ 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 സമരമലകൾ പെയ്തിറങ്ങിയ നാടിന്റെ ഹൃദയവഴികളിൽ അമ്മമാരുടെ സഹോദരിമാരുടെ സുഹൃത്തുക്കളുടെ സഖാക്കളുടെ ഹൃദയാഭിവാദ്യം. പുനലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി സി അജയ് പ്രസാദിന്റെ അഞ്ചൽ പഞ്ചായത്തിലെ സ്വീകരണ പരിപാടിയാണ് നടന്നത്. മയിലോട്ടുകോണം ജംഗ്ഷനിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത്. CPM പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സജി സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിലെ ഏതാണ്ട് 36ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കോൺഗ്രസിന്റെ സമാരാധനായ നേതാവ് ശ്രീ AK ആന്റണിയുടെ മകൻ താമരയ്ക്ക് വോട്ട് പിടിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയുടെ മകൻ താമരയ്ക്ക് വോട്ട് പിടിക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJPക്ക് പ്രചരണം നടത്തുന്നതാണ് ഒരു വിസ്മയം. CPM അഞ്ചൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ് അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് K ബാബു പണിക്കർ, സെക്രട്ടറി ലിനു ജമാൽ, CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ, VS സതീഷ്, അഡ്വക്കേറ്റ് സജിലാൽ, അഡ്വക്കേറ്റ് S സുരേഷ്, ലിനു ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പോങ്ങുമുകൾ, മഹാത്മാനഗർ, വെൺമണിയോട്, ലക്ഷംവീട്, ഏറം ജംഗ്ഷൻ, അലിയാർ ജംഗ്ഷൻ, മലവട്ടം, ചോർനാട്, വടമൺ, അരീക്കൽ, അരിപ്ലാച്ചി, മാവിള, ആർച്ചൽ, നെടിയറ, കുരുവിക്കോണം, പാറവിള, കോമളം, പ്ലാമൂട്, കീഴൂട്ട് ജംഗ്ഷൻ, അസീസ് ലൈബ്രറി ജംഗ്ഷൻ, ചീപ്പുവയൽ, കുശിനിമുക്ക, സെന്റ് ജോർജ് സ്കൂളിന് സമീപം, ലക്ഷംവീട്, മാർക്കറ്റ്, കുട്ടങ്കര, വടക്കേപ്പുര, പാലറ, കുരിശടി, ചൂരക്കുളം, വക്കമുക്ക് എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണ പരിപാടികൾ. വക്കമുക്കിലായിരുന്നു സമാപന സമ്മേളനം നടത്തിയത്. ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പുനലൂരിൽ മത്സരിക്കുന്ന എന്നെ നാലിലേക്കതിരും അരിവാള് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന എൻ്റെ വിനീതമായ അപേക്ഷ ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാർക്കും ബഹുമാന്യരായ സമ്മതദായകരുടെയും മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുകളെ വിജയിപ്പിക്കേണ്ട രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി വളരെ ഭംഗിയായി സഖാവ് P സജി ഉദ്ഘാടനം ചെയ്തുകൊണ്ട്
ഇവിടെ പറഞ്ഞു. CPI ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ലിനു ജമാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇനി കുടുങ്ങും. CCTV നിരീക്ഷണവുമായി പുനലൂർ നഗരസഭ. ജനവാസമില്ലാത്തയിടങ്ങളിലും റോഡരികുകളിലും മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് നഗരസഭ CCTV സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി കർശന നടപടികളുമായി പുനലൂർ നഗരസഭ. MLA റോഡ് ഉൾപ്പെടെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ജനവാസമില്ലാത്തയിടങ്ങളിലും റോഡരികുകളിലും മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് നഗരസഭയുടെ പുതിയ നീക്കം. MLA റോഡ് പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. രാത്രികാലങ്ങളിലും ആൾത്തിരക്കില്ലാത്ത സമയങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വീടുകൾ, ഹോട്ടലുകൾ, അറവുശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പൊതുവഴിയിൽ നിക്ഷേപിക്കുന്നത് തടയാൻ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കും. മാലിന്യം കുന്നുകൂടുന്നത് മൂലം നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അറവുശാലയിലെ അവശിഷ്ടങ്ങൾ തെരുവുനായ്ക്കളെ ആകർഷിക്കുന്നതും കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഭീഷണിയാകുന്നതും പതിവായിരുന്നു. പുതിയ CCTV സംവിധാനം നിലവിൽ വന്നതോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയതോടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നണികൾ. പത്തനാപുരത്ത് തുടർച്ച ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ. വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗണേഷ് കുമാറിന്റെ പ്രചാരണം. ഇതേസമയം അട്ടിമറി വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് തേടുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും വിജയ സോപാനത്തിലേക്ക് അനുഗിച്ചാലും പ്രിയമുള്ളവരെ, ഇതാ നമ്മളുടെ ദീർഘകാലത്തെ ആവശ്യമായില്ല ദേവസ്വം പട്ടയമടക്കം സാക്ഷാത്കരിക്കുന്ന ജനനായകരുടെ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തിയതോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കി. പരസ്യപ്രചാരണം അവസാനിക്കാൻ 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പത്തനാപുരത്ത് മുന്നണി സ്ഥാനാർത്ഥികൾ ചൂടേറിയ പോരാട്ടത്തിലാണ്. പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് തേടുന്നത്. 1/4 നൂറ്റാണ്ട് കാലയളവിൽ വോട്ടർമാരുമായുള്ള അടുത്ത ബന്ധം തനിക്ക് തുണയാകുമെന്നാണ് ഗണേഷ് കുമാറിന്റെ പ്രതീക്ഷ. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ സഹായിച്ചു, അനുഗ്രഹിച്ചു, വലിയ ഭൂരിപക്ഷം നൽകി. കമോഞ്ചേരി വാർഡിൽ എനിക്ക് വലിയ ഭൂരിപക്ഷമാണ് എപ്പോഴും ലഭിക്കുന്നത്. കമോഞ്ചേരിയിലെ സ്വപ്ന പാലത്തിൽ തുടങ്ങി ദേവസ്വം പട്ടയം 1 നൂറ്റാണ്ടിലധികമായി ദേവസ്വത്തിൻ്റെ ഭൂമിയാണെന്ന് കരുതി നമ്മുടെ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് മാറി. ആ ദേവസ്വം പട്ടയമടക്കം എല്ലാം കമോഞ്ചേരിയിലെ റീസർവേ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. എന്നിട്ടും നമ്മൾ സർവേ ചെയ്ത് എല്ലാ നിയമക്കുരുക്കുകളെയും മറികടന്നുകൊണ്ട് നമുക്ക് ദേവസ്വം പട്ടയം നൽകാൻ കഴിഞ്ഞു. അങ്ങനെ നിങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് കൂടി പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു. കമോഞ്ചേരി ചിറ്റാശ്ശേരി വഴി പറവന്തൂർ ഗുരുവന്ദരം വരെയുള്ള റോഡ് മനോഹരമായി ചെയ്തു. ഈ റോഡിന് 9.5 കോടി രൂപ അനുവദിച്ച് ടെൻഡർ ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഈ റോഡിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. BMN-BCI അവിടെ ആ റോഡ് ചെയ്തത് പോലെ അതിനേക്കാൾ കൂടിയ നിലവാരത്തിൽ ഈ റോഡ് ചെയ്യുന്നതിനുള്ള നടപടികളായിട്ടുണ്ട്. അതുകൂടിയാകുമ്പോൾ കമോഞ്ചേരിയുടെ വികസനം പൂർണ്ണമാകും. ധാരാളം ബസ്സുകളും സർവീസുകൾ ഇതുമെല്ലാം വരും. എലിക്കാട്ടൂർ കമോഞ്ചേരി പ്രദേശത്ത് ആ റോഡ് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ മാറ്റം എലിക്കാട്ടൂർ പാലത്തോടൊപ്പം വന്നിട്ടില്ല. ശരിയായ പാലത്തിൻ്റെ ഉപയോഗം നമുക്ക് ഫലപ്രദമായി വരണമെങ്കിൽ ഈ റോഡ് കൂടി റെഡിയാകേണ്ടതുണ്ട്. ഈ റോഡ് ഉടൻ തന്നെ ശരിയാകും എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പട്ടാഴി പഞ്ചായത്തിലെ തെക്കേത്തേരി കശുവണ്ടി ഫാക്ടറിയിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ വോട്ട് അഭ്യർത്ഥിച്ചു. സ്വീകരണ സ്ഥലങ്ങളിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം മാത്രം നടത്തി അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകുന്നതാണ് രീതി. സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ ആൾക്കൂട്ടമുള്ളത് ഏറെ പ്രതീക്ഷയാണ് ഗണേഷ് കുമാറിന് നൽകുന്നത്. ആളുകളെ അടുത്തു ചെന്ന് കണ്ട് വോട്ട് തേടുന്ന രീതിയാണ് ഗണേഷ് കുമാർ അവലംബിച്ചിട്ടുള്ളത്. വോട്ടർമാർക്ക് ചിരപരിചിതമായ ഒരു മുഖമായതുകൊണ്ട് തന്നെ തുടർച്ച ഉറപ്പാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. ഇതേസമയം അംഗം ജയിക്കാൻ ഉറപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രചാരണം. വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പ്രചാരണം നടത്തുന്നത്. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് സ്വീകരണം നൽകി. കൊടും വെയിലിലും ജ്യോതികുമാറിനെ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകരാണ് എത്തിയത്. ജയം മാത്രം ഉറപ്പിച്ചുള്ള പ്രവർത്തനങ്ങളുമായാണ് UDF പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്ന് ജ്യോതികുമാർ ചാമക്കാല പറയുന്നു. 2ാം തവണയാണ് ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് മത്സരിക്കുന്നത്.
കഴിഞ്ഞ വർഷത്തെ തോൽവി വിജയമാക്കാനായി കഴിഞ്ഞ 5 വർഷമായി പത്തനാപുരത്ത് താമസിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ്. ഇതേസമയം പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ വിജയത്തിനായി റോഡ് ഷോ നടത്തി. ഷാഫി പറമ്പിൽ MP ആണ് റോഡ് ഷോ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഓട്ടോറിക്ഷ ഡ്രൈവറെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഞ്ചൽ ചന്തമുക്കിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ തഴമേൽ സ്വദേശി രമേശിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഞ്ചൽ ചന്തമുക്കിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ തഴമേൽ സ്വദേശിയായ 50 വയസ്സുള്ള രമേശിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രി മുതൽ രമേശിനെ കാണാനില്ലായിരുന്നു. ബന്ധുക്കൾ നടത്തിയ തെരച്ചിലിനാണ് വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. മൃതദേഹം നിലത്ത് വീണ് കിടക്കുന്ന രീതിയിലായിരുന്നു. റബ്ബർ മരത്തിന്റെ ശിഖരത്തിൽ കെട്ടിയ കയർ പൊട്ടിയാണ് താഴെ വീണതെന്നാണ് നിഗമനം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അഞ്ചൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വീട്ടമ്മയെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ഓയൂരിലാണ് സംഭവം. ചെറുവക്കൽ, കൂലിക്കോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. ഓയൂർ, കൂലിക്കോട്, കോട്ടയ്ക്കാവിളയിൽ വീട്ടിൽ കയറി വീട്ടമ്മയെ ഉപദ്രവിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത കേസിലാണ് ചെറുവയ്ക്കൽ തെക്കേടത്ത് വീട്ടിൽ ബിൻസൺ, കൂലിക്കോട് അജയ് വിലാസത്തിൽ അജയകുമാർ എന്നിവരെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. 1-ാം പ്രതിയായ വിൽസൺ അയൽവാസിയായ വീട്ടമ്മയുമായി വാക്കുതർക്കം നിലനിന്നിരുന്നു. വിൻസന്റെ വാഹനം കയറി വീട്ടമ്മയുടെ വീടിന്റെ ശുചിമുറിയുടെ പൈപ്പ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കഴിഞ്ഞ മാർച്ച് 27-ന് ഇതിനെ ചൊല്ലി വീണ്ടും തർക്കമുടലെടുത്തു. പ്രകോപിതരായ പ്രതികൾ വീട്ടമ്മയെ വീട്ടിൽ കയറി ഉപദ്രവിക്കുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റ വീട്ടമ്മ ആശുപത്രിയിൽ ചികിത്സ തേടി. ശേഷം പോലീസിൽ പരാതി നൽകി. വീട്ടമ്മയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഡിവൈഎസ്പി ബിനുകുമാർ MKയുടെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ ഷാജിമോൻ P-യുടെ നേതൃത്വത്തിൽ SI രനീഷ് M, CPOമാരായ റിജു, വിപിൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നിഷാദ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യുവതിയുടെ മാല മോഷ്ടിച്ച കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയുടെ മാല മോഷ്ടിച്ച കേസിലാണ് തെളിവെടുപ്പ് നടത്തിയത്. അന്തർജില്ലാ മോഷണ സംഘത്തിലെ പ്രതികളുമായി കൊട്ടിയം പോലീസാണ് തെളിവെടുപ്പ് നടത്തിയത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയുടെ മാല കവർന്ന കേസിലെ പ്രതികളുമായാണ് കൊട്ടിയം പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അന്തർജില്ലാ മോഷണ സംഘത്തിലെ പ്രതികളുമായാണ് തെളിവെടുപ്പ് നടന്നത്. തൃശൂർ പോലീസിൽ നിന്നും കൊട്ടിയം പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. കാക്കനാട് തൃക്കാക്കരയിൽ അമ്പാടി ഗോകുലത്തിൽ 41-കാരനായ ഇമ്രാൻഖാൻ, തൃശൂർ ചൂലിശ്ശേരിയിൽ കുറിയേടത്ത് 28-കാരനായ സജിത്ത് എന്നിവരുമായാണ് തെളിവെടുപ്പ് നടന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 27-ന് വാഴപ്പള്ളി ജംഗ്ഷന് സമീപത്ത് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയുടെ പിന്നാലെയെത്തി യുവതിയുടെ സ്കൂട്ടറിനെ മറികടന്ന് മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത കൊട്ടിയം പോലീസ് പ്രതികൾക്കായി തെരച്ചിൽ നടത്തി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം നടത്തി. പിന്നീട് ഇവരുടെ ദൃശ്യം തൃശൂർ ഈസ്റ്റ് പോലീസിന് കൈമാറി. ഈ ദൃശ്യത്തിൽ നിന്നുമാണ് പ്രതികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ പിടികൂടിയത്. മോഷ്ടിച്ച ആഡംബര ബൈക്കിലാണ് വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച് മോഷണം നടത്തിയിരുന്നത്. കൊല്ലം ജില്ലയിൽ കൊട്ടിയം, അഞ്ചാലുമൂട് എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതികൾ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലും സമാനമായ രീതിയിൽ മോഷണം നടത്തിയിരുന്നു. മുൻപും സമാന കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. കൊട്ടിയം SHO അജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാനസിക അസ്വസ്ഥതയെ തുടർന്ന് തെരുവിലലഞ്ഞ യുവാവ് ഒടുവിൽ ബന്ധുക്കൾക്കൊപ്പം ജന്മനാട്ടിലേക്ക് മടങ്ങി. തമിഴ്നാട് ഉസ്ലാംപെട്ടി സ്വദേശി മായക്കാള എന്ന യുവാവാണ് 2.5 വർഷത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിയത്. ജീവകാരുണ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് നാട്ടിലേക്കുള്ള മടക്കം. 2.5 വർഷം മുമ്പാണ് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നിലയിൽ തമിഴ്നാട് മധുര ഉസലംപെട്ടി സ്വദേശിയായ മായക്കാള കേരളത്തിലെത്തുന്നത്. കൊല്ലം ജില്ലയിലെ തെരുവോരങ്ങളിൽ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങൾ ധരിച്ച ഇയാളെ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശൻ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് സുഹൃത്തായ ബാബുവിൻ്റെ സഹായത്തോടെ ഇയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം കോയിവിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. 1 മാസത്തെ ചിട്ടയായ ജീവിതത്തിലൂടെ ഇയാൾ മാനസിക നില വീണ്ടെടുത്തു. പിന്നീട് ഇയാൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളെയും കണ്ടെത്തി. ബന്ധുക്കൾ നാട്ടിലെത്തിയതോടെ ശക്തികുളങ്ങര ഗണേശ്, ബാബു, ശ്യാം ഷാജി, ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി കുഞ്ഞച്ചൻ ആറാടൻ എന്നിവർ ചേർന്ന് മായക്കാളയെ ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു. ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നടപടികൾ പൂർത്തിയാക്കി ഇയാളെ യാത്രയാക്കി.
மூலயமா வச்சுருக்கோம்னு சொல்லி தமிழ்நாடு தகவல் வந்துச்சு. அங்கேருந்து நாங்கள் வந்து இப்போ வந்து சின்ன பேர் வந்து நல்ல பொருளுக்கும் வந்து காவல்துறை மூலிமா கொடுக்குறோம். எத்தனை வருஷம் ஆகி? 1 மாதம் ஆகிடுச்சு எங்கள் காவல் நிலையம் வந்து. அது வீட்டு விட்டு போய் 2 வருஷம். 2.5 வருஷம். அது போலீஸ் கம்ப்ளைண்ட் ஏதாவது? அங்கே கொடுத்துருக்க ஒத்தமாக கொடுத்துருக்கேன் காவல் நிலையத்தில் எங்கள் கிராமத்து பக்கத்தில் இருக்குது. இந்த ஆளுக்கு எந்த பிரச்சனை இருக்கா? பிரச்சனைகள் இருந்தால் அப்படி தான் அதே வகையில் மனநோய் மாதிரி இருக்கேன். கல்யாணம் முடிக்காதனால வீட்டில் மாடு மேய்ச்சிக்கிட்டு இருந்தேன். கல்யாணம் முடிஞ்சிருக்கா? முடியல. ഇല്ല. ഒരു മാസം മുന്നേ ഇവിടെ സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ഗണേഷ് ചേട്ടൻ്റെ സഹായത്തോടെ നമ്മളിവിടെ അടുത്തുള്ള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭയകേന്ദ്രത്തിൽ 1 മാസത്തെ ചികിത്സ കൊണ്ട് അദ്ദേഹം ഏകദേശം ഓക്കെ റെഡിയായിരിക്കുകയാണ്. അതിനുശേഷം ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഞങ്ങളെ ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. ഇതിൽ ഇദ്ദേഹം നമ്മളെ ഗണേഷ് കുമാർ ചേട്ടനെടുത്ത ഒരു എഫർട്ട് പറയാതിരിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം 1.5 മാസത്തിൽ കൂടുതലായി. പിന്നെ വളരെ നിഷ്ഠമായിട്ട് അലിഞ്ഞീരും ജടയൊക്കെ പിടിച്ചാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി സെക്യൂണർ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഞാനും ബാബു ശ്യാം എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലാക്കിയായിരുന്നു. അവിടെ നിന്നാണ് ഇയാൾ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചാനലിൽ വാർത്തയിലും കൊടുത്ത് അദ്ദേഹത്തിന് അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. NDAയുടെ വികസന രേഖ പ്രകാശനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 35 വികസന രേഖയാണ് പ്രകാശനം ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDA കരുനാഗപ്പള്ളിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനത്തിന്റെ 35 സമഗ്ര വികസന രേഖയാണ് പ്രകാശനം ചെയ്തത്. കരുനാഗപ്പള്ളി IMA ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പ്രകാശനം നിർവഹിച്ചു. Kerala have decided, because corruption is the main factor in both UDF and LDF. Sabrimala theft has not started only during LDF time, UDF time also. So Sabrimala theft, and we are asking for one single CBI inquiry, which neither UDF is asking, neither LDF is sanctioning. But once we come, NDA ജയിച്ചാൽ മെയ് 6 മുതൽ ചെന്നൈ മെയിലിനും ജനശതാബ്ദിക്കും കരുനാഗപ്പള്ളിയിൽ സ്റ്റോപ്പ് അനുവദിക്കും. കാറ്ററിംഗ് മേഖലയിലെ വനിതകൾക്കുൾപ്പെടെ അസംഘടിത തൊഴിലാളികൾക്ക് ESI അനുവദിക്കും. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണും. ആധുനിക കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുമെന്നും വികസന രേഖ വിശദമാക്കി NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ പ്രഖ്യാപിച്ചു. മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വന്നാൽ മെയ് മാസം 6-ാം തീയതിക്കകത്ത് നമ്മൾ ജനശതാബ്ദിക്കും ചെന്നൈ മെയിലിനും ഇവിടെ സ്റ്റോപ്പ് കൊണ്ടുവരുന്ന നമ്മൾ ഈ കരുനാഗപ്പള്ളി ഓച്ചിറ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കൃത്യമായ പദ്ധതികൾ ഈ വികസന രേഖയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ മണ്ഡലത്തിൽ മുൻ പഞ്ചായത്ത് മെമ്പർമാർ ധാരാളമുണ്ട്, ജനപ്രതിനിധികൾ, അവരുടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ടൈം കഴിഞ്ഞാൽ പിന്നീട് ഇവരെ അനാഥപ്രേതമാണ്. അവരെ പിന്നെ യാതൊന്നിലും പങ്കെടുപ്പിക്കില്ല. പിന്നീട് അവരെ പറ്റി ആരും തിരക്കാറില്ല. നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം MLA ഫണ്ടിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഈ പഞ്ചായത്ത് മെമ്പർമാർ, അതായത് നമ്മുടെ മണ്ഡലത്തിലുള്ള മുൻ ജനപ്രതിനിധികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കർമ്മശേഷിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ധാരാളം ആൾക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടും അതേപോലെ തന്നെ ധാരാളം വനിതകൾ അസംഘടിത മേഖലകളിൽ, ഉദാഹരണമായി പറഞ്ഞാൽ കാറ്ററിംഗ് മേഖലയിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ആരോഗ്യ പരിരക്ഷാ പ്രൊജക്ടുകളോ പദ്ധതികളോ ഇല്ല. നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം, നമ്മൾ അധികാരത്തിൽ വന്നാൽ നമ്മൾ മോദി സർക്കാരിന്റെ പിന്തുണയോടെ ഈ നാട്ടിലെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന വാഗ്ദാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. NDA ചെയർമാൻ തൊടിയൂർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മഹാരാഷ്ട്ര MP സഞ്ജയ് GK പാട്ടീൽ, കുട്ടൻ ശാന്തി, ശംഭു, തൊടിയൂർ വസന്തകുമാരി, പ്രജീവ്, രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധം. തഴവ മണപ്പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ UDF പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. തഴവ, മണപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ 2 ദിവസമായി വൈദ്യുതി തടസ്സം നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ്
പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയത്. തൃണമൂൽ കോൺഗ്രസ് കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷമീർ ഷായുടെ നേതൃത്വത്തിലായിരുന്നു സമരത്തിന് തുടക്കം കുറിച്ചത്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും പിന്തുണയുമായി എത്തി. നിരവധി നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വൈദ്യുതി തടസ്സം പതിവാകുന്ന സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മേലുള്ള ആൾക്കാർക്ക് ഇനി സംസാരിച്ച് മേലുള്ള ആൾക്കാരുണ്ട് മേലെയുള്ള ആൾക്കാർ നീ താഴെ വയ്ക്കുന്നത് നിന്നെക്കാട്ട് മേലുള്ള മേടം ഈ പ്രശ്നം നേരിടുന്നത് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്? ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് ഒരുക്കം പുരോഗമിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ്. 2178 കൺട്രോൾ യൂണിറ്റാണ് ജില്ലയിൽ അനുവദിച്ചിട്ടുള്ളത്. പുനലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി C. അജയ് പ്രസാദിന് അഞ്ചലിൽ സ്വീകരണം. മയിലോട്ട് കോണത്തു നിന്നുമാണ് സ്വീകരണം ആരംഭിച്ചത്. മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇനി കുടുങ്ങും. CCTV നിരീക്ഷണവുമായി പുനലൂർ നഗരസഭ. വിവിധയിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് CCTV സ്ഥാപിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.